ഹായ് ഓൾ, അസ്സാം വലൈക്കും. സീന ഉബൈദ് എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഇക്ക പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക പോകണ ഇക്കൻ്റെ ഡ്രസ്സാണ് ഞാൻ പാക്കാക്കുകയാണ്. ബാഗിൽ ഡ്രസ്സൊക്കെ വെക്കുകയാണ്. പിന്നെ ഇനി ബീഫ് ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഡ്രസ്സെല്ലാം അയൺ ചെയ്തിട്ട് അങ്ങനെ ബാഗിൽ പാക്കാക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസമായിക്കണം കേട്ടോ, വീഡിയോ ഒക്കെ ഇക്ക പോയിട്ടൊക്കെ കുറച്ച് ദിവസമായിക്കണം. വീണ്ടും പ്രവാസത്തിലേക്ക് സുഖമില്ലാതൊക്കെ വന്നതെന്ന് ഞാൻ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയുണ്ടാവും, പുതിയ ഫ്രണ്ട്സുകൾക്കൊന്നും അറിയണുണ്ടാവില്ല. ബീഫ് ഫ്രിഡ്ജിലായിരുന്നു, ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ വെച്ചതാണ് കേട്ടോ. ഐസൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ തണുപ്പ് പോകാനൊന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇക്ക നാളെ രാവിലെയാണ് പോകുന്നത്. നാളെ രാവിലെ എന്ന് പറയുമ്പോൾ 16-ാം തീയതി രാവിലെ കേട്ടോ. അപ്പോൾ ഇത് 15-ാം തീയതി ഞാനിപ്പോൾ അതൊക്കെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചോറൊക്കെ ഇവിടെ വെക്കുകയാണ്. കുക്കറിൽ അരിയിട്ടിട്ടുണ്ട്, കറി വെക്കാൻ പോവുകയാണ്. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് അന്ന് പൊട്ടിച്ച സപ്പോർട്ടയാണ് കേട്ടോ. അപ്പോഴൊക്കെ നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജ്യൂസ് അടിക്കാനൊന്ന് ഒക്കെ ഓരോന്നിങ്ങനെ തൊലി കളഞ്ഞെടുക്കണം. ബീഫിലേക്കുള്ള കറിവേപ്പില ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കാനൊക്കെ ഉള്ളത് മത്തിയാണ്, മത്തി കറി വെക്കാനൊക്കെ ഉള്ളത് ഇവിടെ റെഡിയാക്കുകയാണ്. സപ്പോർട്ട് ഓരോന്ന് തൊലി കളഞ്ഞേക്കട്ടെ. ഇക്ക ഇവിടെ ഇല്ല കേട്ടോ, ഇക്ക പുറത്ത് പോയതാണ്. അപ്പോൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. വിൽക്കാൻ ഇവിടെ നിന്ന് ആരും വരുന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ അമ്മ മാത്രം വരുന്നുള്ളൂ. പിന്നെ ഇവിടെ അനിയന്മാരൊക്കെ എല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണല്ലോ വീട്ടിൽ നിൽക്കാൻ. പെങ്ങന്മാരൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരാഴ്ച നിന്ന് പോയി. അവർക്കൊന്നും വരാൻ പറ്റില്ല. അവരെ മക്കളെ പേരക്കുട്ടികൾക്ക് മക്കളില്ലേ, അവർക്കൊക്കെ എക്സാമൊക്കെയാണ്. അപ്പോൾ ഇനി വരാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അടുത്ത് നമ്മൾ പോയിരുന്നിട്ട് എല്ലായിടത്തും പോയി നമ്മൾ യാത്ര അറിഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. വീണ്ടും പ്രവാസത്തിലേക്ക് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു പോക്ക് ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞൊരു പോക്ക് തന്നെയാണ്. കാരണം സുഖമില്ലാതെ വന്നിട്ട് ഇനിയിപ്പോൾ അവിടെ പോയാൽ എന്താവും എങ്ങനെയാണെന്നും ആ ഒരു ടെൻഷൻ നല്ല ഉണ്ട്. എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും അതുമായാലും ഉൾപ്പെടുത്തണം കേട്ടോ. ഇപ്പം ഇത് നല്ലപോലെ മൂത്തിട്ടില്ല നമ്മളെ ഈ സപ്പോർട്ട, കണ്ടില്ലേ, ചെറുതാണ്. അപ്പോൾ ഇക്കാക്ക് ഇനി പോയാലിപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു വലുപ്പം തോന്നിയത് മാത്രം നമ്മളങ്ങനെ പൊട്ടിച്ച് വെച്ചതാണ് പഴുക്കാൻ. ഇത് നല്ല മധുരമുള്ള അതാണ് കേട്ടോ, നല്ല മധുരമാണിത്. ഇപ്പോൾ ഇത് ആയിട്ട് ശരിക്കും ഇപ്പോൾ മധുരം കുറവാണിത്, ശരിക്കും മൂക്കാത്ത കാരണമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കട്ടെ. അപ്പോൾ പുതിയ ഫ്രണ്ട്സുകൾക്ക് അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ അറിയുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും പറഞ്ഞ് വീണ്ടും ബോറടിപ്പിക്കുകയല്ല. ഇപ്പോൾ പുതിയ കുറേ ഫ്രണ്ട്സുകൾ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് വന്നിട്ടുണ്ട്. നമുക്ക് 4K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങളെ സപ്പോർട്ട് എല്ലാം ഇനിയും വേണം. ഇനിയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞത് ഇക്കാൻ്റെ കണ്ണിൻ്റെ ഞരമ്പിന് ബ്ലോക്ക് വന്നതേയും തലച്ചോറിൽ നിന്നുള്ള കണ്ണിൻ്റെ ഞരമ്പിന് ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ കണ്ണിന് കാഴ്ചക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ദുബായിൽ നിന്ന് പെട്ടെന്ന് വന്നതായിരുന്നു കേട്ടോ. വന്നിട്ട് നമ്മൾ കോയമ്പത്തൂരും പിന്നെ പെരിന്തൽമണ്ണയൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നുമില്ല, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഇപ്പോൾ തിരിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാൻ ബീഫ് കൊണ്ടുപോകാനുള്ള ബീഫ് ഉണ്ടാക്കുകയാണ് കേട്ടോ. 4 കിലോ ബീഫാണ്. 5 കിലോന് നമ്മൾ വാങ്ങിയത്, 1 കിലോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 4 കിലോ ബീഫ് ഉണ്ടാക്കുകയാണ്. ഗൾഫിലേക്ക് ബീഫ് ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആദ്യം ഇതൊന്ന് നമ്മൾ ഇതിപ്പോൾ 2 സ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന്
അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊക്കെ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യട്ടോ. ഞാനത് അടുപ്പിലാണ് വെക്കുന്നത്. കുക്കറിൽ വെക്കാത്തതൊന്നുമില്ല കേട്ടോ, കുറേ ഉണ്ടല്ലോ. പിന്നെ കുക്കറിൽ 2 പ്രാവശ്യമൊക്കെ ഇട്ട് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് തന്നെ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. പിന്നെ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ നല്ലപോലെ ഉണ്ടാക്കി കൊടുത്തേക്കാനല്ലേ നോക്കുള്ളൂ. പിന്നെ നല്ല ബീഫ് വരുന്നു കേട്ടോ മസാല ഇല്ല. അപ്പോൾ കൊടുത്തയച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ കൂടി അവരെ കമൻറ്റും കൂടി നമ്മൾക്ക് കാണാം ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലുള്ള മസാലപ്പൊടിയാണ് ഈ വറുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിന് 3 കയ്യിൽ മല്ലിപ്പൊടി, 1.5 സ്പൂണ്, 1.5 കയ്യിൽ ഏത് കയ്യിലെല്ലാം മല്ലിപ്പൊടി എടുക്കണേ ആ കയ്യിൽ 1.5 കയ്യിൽ മുളക് പൊടി കൂടി എടുത്തിട്ട് നല്ല വറുത്ത് വെച്ചതാണ് കേട്ടോ. 4 കിലോ പിന്നെ ബീഫാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളത് മസാല നല്ലപോലെ വറുത്ത് നമ്മളൊരു ചട്ടിയിലിട്ടിട്ട് പാനിലിട്ട് നല്ലപോലെ വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കണം. കരിഞ്ഞ് പോകരുത്. ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് വേണത് നമുക്ക് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും. ഇപ്പോൾ നമ്മളെ ബീഫൊക്കെ ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കുറേ കത്തിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പിലാകുമ്പോൾ നമ്മൾ കുറേ കത്തിക്കണം ബീഫൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ. കുക്കറിലൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ബീഫിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ബീഫിൽ അങ്ങനെ കത്തിച്ചപ്പോൾ താനേ ബീഫിൽ തന്നെ വെള്ളം വന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ ഇതാ ഒരു ഉരുളി നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക്, ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ടാണ് കേട്ടോ ഇതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല എല്ലാവരും ശ്രദ്ധിക്കണം, പച്ചമുളക് നല്ല പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഞാനത് പച്ചമുളക് കുറച്ച് വിട്ട് നിന്നിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ സവാള എടുത്തിട്ടില്ല, വലിയ ഉള്ളി എടുത്തിട്ടില്ല, ചെറിയ ഉള്ളിയാണ്. അപ്പോൾ കുറച്ച് അധികം ചെറിയ ഉള്ളി എടുക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഇതൊന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മൾ ബീഫ് ആദ്യം വേവിച്ചപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ചെറിയ ഉള്ളി കൂടി ഒന്ന് ചതക്കിയതാണ്, ചതക്കിയെടുത്തിട്ട് അതുകൂടി നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വലത് കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഇടത് കൈയായിട്ട് നമ്മൾക്ക് അങ്ങനെ തോന്നുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾക്ക് കുറച്ച് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടി ഇട്ടിട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ഈ ഉള്ളി ഒക്കെ ഉണ്ടല്ലോ അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ അപ്പോൾ തന്നെ ബീഫൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, എനിക്കത് ഇടാൻ പറ്റുന്നില്ല, എനിക്ക് കൈ പൊള്ളുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കയ്യിലെടുത്ത് അങ്ങനെ കുറേശ്ശെ അങ്ങനെ അതിലേക്ക് എടുത്ത് ഇടുകയാണ് ചെയ്തത്. ഒരു പിന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. നമ്മൾ കൈ എടുക്കാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കരുത്. ഇപ്പോൾ നമ്മളെ ബീഫൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ നല്ല വറ്റി അങ്ങനെ നല്ല ഉലർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും പിന്നെ രാത്രി ആയപ്പോഴത്തേന്
പത്തിരിയൊക്കെ ഉണ്ടാക്കൽ തുടങ്ങി. രാവിലെയാണ് പോണത്, 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ പിന്നെ പത്തിരിയൊക്കെ രാത്രി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് എൻ്റെ അനിയത്തിയും ഇവിടെ നിന്ന് നമ്മളെ അനിയത്തിമാരും എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഓരോരുത്തർ പത്തിരി വട്ടിട്ട് കൊടുത്ത് പത്തിരി പരത്തി. ഇപ്പോൾ ജെസ്സിയാണ് പത്തിരി പരത്തുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഈസിയാണ് പത്തിരി പരത്തുന്നത്. ഞാൻ പറഞ്ഞു പ്രസ്സിന്മേൽ അമർത്തിയാൽ മതി. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, പത്തിരി നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല പത്തിരി ആയിരുന്നു കേട്ടോ, നല്ല കനം കുറഞ്ഞ് നല്ല വട്ടമുള്ള നല്ല പത്തിരി ആയിരുന്നു. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ ഇതിപ്പോൾ നാത്തൂൻ്റെ മോനാണ്, ഇക്കാൻ്റെ പെങ്ങളെ മോനാണ് കേട്ടോ. ഇക്ക അതവിടെ നിൽക്കുന്നുണ്ട്, ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെ ഇപ്പോൾ പറയുമ്പോൾ എനിക്കിപ്പോൾ കുറേ ദിവസം ആയതുകൊണ്ടാണ് എന്നാലും ഒരു വിഷമം ഉണ്ടാക്കുക. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഈ ബീഫും പത്തിരും ഇക്കാൻ്റെ ആ നൃത്തം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ അതാ ചോറൊക്കെ അനിയത്തി ജെസ്സി അവളെ ഹസ്ബൻഡൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചോറൊക്കെ ചോറ് നമ്മൾക്ക് ഉണ്ടാക്കിയ ചോറ് തന്നെയാണ്, സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും കറിയൊക്കെ കഴിക്കുക. അപ്പോൾ എൻ്റെ അമ്മയാണ് പിന്നെ പത്തിരി ചുടുന്നത്. ഞാൻ ഇന്നവരെ പത്തിരി ചുട്ടിരുന്നത്, പിന്നെ അമ്മ പത്തിരി ചുടാന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പത്തിരി ചുട്ട്. പിന്നെ ഇതാ ബീഫും ഒക്കെ നമ്മൾ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, പാക്ക് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും പിന്നെ ഓർമ്മയില്ല. പിന്നെ അതാ പത്തിരിയും ബീഫും ഒക്കെ പാക്കാക്കി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം, നേന്ത്രപ്പഴം, കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നേ. അപ്പോൾ എന്താ ഇക്കാൻ്റെ കൈ കൊണ്ട് വയ്യാത്ത കാരണം കൂടുതൽ വെയിറ്റ് ഒന്നും എടുക്കാനും പൊന്തിക്കാനും ഒന്നും പറ്റൂലായിരുന്നു. അപ്പം കൂടുതൽ 20 കിലോയും കൊണ്ടുവരുന്ന, പക്ഷേ 20 കിലോനൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അതന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിർബന്ധത്തിനാണ് അത്രയും ഒക്കെ കൊണ്ടുപോയത്. പിന്നെ ബേക്കറിയൊക്കെ അത് ജെസ്സി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ പഴം ഉണ്ടായിരുന്നു, ചെറുപഴം. അത് ഇവിടെ അനിയൻ്റെ വീട്ടിൽ ഉണ്ടായതാണ് ഈ ഒരു പഴം. പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. പിന്നെ ഈ പഴമാണ് അനിയൻ്റെ വീട്ടിലുണ്ടായത് കേട്ടോ. പിന്നെ പത്തിരി, പിന്നെ ഇവിടെ നമ്മളെ വീട്ടിൽ മാതോളി നാരങ്ങ ഉണ്ടായിരുന്നു, മാതളം നാരങ്ങ എന്നൊക്കെ പറയില്ല, അതുണ്ടായിരുന്നു. പിന്നെ ഒരു ചക്കപ്പഴം ഉണ്ടായിരുന്നു. ചക്കപ്പഴം എന്ന് നമ്മൾ പറയും, ചിലവർ ആ ചക്കപ്പഴത്തിന് നീനാമ്പഴം എന്നൊക്കെ പറയും, സീതപ്പഴം എന്നൊക്കെ പറയണില്ലേ, അത് ജ്യൂസ് അടിച്ച് കുടിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മളിവിടെ പൊട്ടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. പൊട്ടിച്ച് വെച്ചിട്ട് പഴുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടുന്ന് പഴുത്തിട്ട് കഴിച്ചോളൂ എന്നിട്ട് അങ്ങനെ അങ്ങനെ എല്ലാതും പാക്കാക്കി രാത്രി തന്നെ എല്ലാതും പെട്ടിയൊക്കെ കെട്ടി എല്ലാതും റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. രാവിലെ 6 മണിക്ക് പോകാനുള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.